5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഹലോ, നരേന്ദ്ര സറണ്ടർ. രാഹുൽ ഗാന്ധി ഒരു യോഗത്തിൽ നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഫോൺ എടുത്ത് വെച്ചിട്ട് ഹലോ നരേന്ദ്ര സറണ്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി സറണ്ടർ ചെയ്തു. ഇത് നമ്മുടെ കടിയാവരൻ രാമചന്ദ്രനോ ഈവൻ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന പീതാംബരക്കുറുപ്പോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ MI ഷാനവാസോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധാരണ അത്രയുള്ള അതിനേക്കുള്ള മുകളിലേക്കുള്ള പദവി കൊണ്ടാണേ അവരാരും മോശക്കാരെന്നല്ല. ഈ പറയുന്നവരെല്ലാം മോശക്കാരല്ല, അവർ പദവി കൊണ്ട് വലിയ പദവിയിലല്ലോ. അല്ലെങ്കിൽ നമ്മൾ രാജ്മോഹൻ ഉണ്ണിത്താനോ, അദ്ദേഹം MP ആണ്, MP ആവുന്നതിന് മുമ്പുള്ള രാജ്മോഹൻ ഉണ്ണിത്താനോ ഒരു പരിധിവരെ K മുരളീധരനോ, കാരണം അദ്ദേഹം കുറച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പരിഹസിച്ചാൽ കൊള്ളാം. ഇത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറെ കൂടി പക്വതയോടുകൂടി സംസാരിക്കണം. നാളത്തെ പ്രധാനമന്ത്രിയാകാൻ ചട്ടകെട്ടിയിരിക്കുന്ന ആളാണ്. ഇന്ത്യ മുന്നണിയൊക്കെ വന്നാൽ പ്രധാനമന്ത്രിയാകാൻ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പപ്പൂസ് കളിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? പ്രധാനമന്ത്രിയെ ട്രംപ് വിളിച്ചു, അത് ശരി, പ്രധാനമന്ത്രിയെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിളിച്ചതിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തിരിച്ചടിച്ചത് നിർത്തിവെച്ചു എന്ന് സഭ്യമായ ഭാഷയിൽ, സഭ്യമായ ബോഡി ലാംഗ്വേജിൽ തീർച്ചയായും പറയാം. അങ്ങനെ പറഞ്ഞുകൂടാന്നൊന്നുമില്ല. പക്ഷേ ഇത് വല്ലാതൊരു പരിഹസിക്കലായിപ്പോയി. അങ്ങനെ പരിഹസിച്ച് പറയുന്ന ഒരു പ്രസംഗം കയ്യടിയെല്ലാം കിട്ടും. പക്ഷെ പിന്നീട് ആ കയ്യടിച്ച ജനങ്ങൾ തന്നെ വീട്ടിൽ പോയിരുന്ന് വീഡിയോയോ പത്രമൊക്കെ കാണുമ്പോൾ അവർ വിലയിരുത്തും, അയ്യേ ഇതെത്ര മോശമായിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഇങ്ങനെ പരിഹസിക്കാവോ? അങ്ങനെ പരിഹസിക്കാൻ പാടില്ല. കാരണം രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ, ഇപ്പോൾ EMSനെ പോലെയുള്ള വലിയ നേതാക്കൾ, ഇന്ദ്രജിത് ഗുപ്തയെ പോലുള്ള ആളുകൾ, ജ്യോതി ബസുവിനെ പോലുള്ള ആളുകൾ, വലിയ വലിയ നേതാക്കൾ, ഇനി ഇന്ദിരാഗാന്ധി, കോൺഗ്രസ് തന്നെ എടുത്തോളൂ, ഇന്ദിരാഗാന്ധി പോലുള്ള ആളുകൾ, രാജീവ് ഗാന്ധി, അതുപോലെ തന്നെ അങ്ങനെയുള്ള വലിയ വലിയ നേതാക്കൾ എടുക്കത്തുള്ളൂ, മൻമോഹൻ സിംഗ്, വളരെ പക്വതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ആ പക്വത ആവശ്യമുണ്ട്. കാരണം അവർ ഇന്ന് ഭരണകക്ഷിയാണെങ്കിൽ നാളെ പ്രതിപക്ഷം, ഇന്ന് പ്രതിപക്ഷമാണെങ്കിൽ നാളെ ഭരണകക്ഷി. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വരുന്നവരാണ് അവർ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് അവർ. അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻമാരാണ്, പല രൂപത്തിൽ ഭരണത്തെ സഹായിക്കുന്നവരാണ്, ജനങ്ങളെ സേവിക്കുന്നവരാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആകട്ടെ, ഗോസിപ്പുകളാകട്ടെ, ആക്ഷനുകളാകട്ടെ, പ്രസംഗത്തിൽ കാണിക്കുന്ന ജെസ്റ്ററുകളാകട്ടെ, എല്ലാം വളരെ പക്വതയുള്ളതായിരിക്കണം. അതൊരു സമൂഹം എന്നുള്ള നിലയിൽ രാജ്യം കാണുന്നു. ലോകരാഷ്ട്രങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ ചാനലുകളിൽ ഇത് പോകുന്നുണ്ട്, BBC അടക്കമുള്ള ചാനലുകളിൽ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നതിന് പലവട്ടം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പരാമർശങ്ങൾക്ക് രാഹുൽ ഗാന്ധി വിധേയമായിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം വീണ്ടും കൊച്ചു കുട്ടികളെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരുതരം ഈ കവലയിൽ നടക്കുന്ന പ്രസംഗം പോലെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്ന് ആളുകൾ കയ്യടി കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുന്നത്. ഇപ്പോൾ സരിതയുടെ കാര്യമൊന്നും സ്വപ്നയുടെ കാര്യമൊന്നും കുറച്ച് മസാലയൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അത് കയ്യടി കിട്ടാൻ വേണ്ടി ലോക്കലായി പറയുന്ന കാര്യങ്ങളാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ അങ്ങനെ ഒരിക്കലും പ്രസംഗിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കുറുക്കിക്കൊള്ളുന്നതായിരിക്കണം, അളന്ന് കുറിച്ചുള്ള പ്രസംഗമായിരിക്കണം, സത്യസന്ധമായ വാക്കുകളായിരിക്കണം. ഒരാക്ഷേപം അദ്ദേഹം ഉന്നയിച്ചാൽ അത് വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കണം. അങ്ങനെയൊക്കെ വരാത്തത് കൊണ്ടാണ് പലവട്ടം കോടതിയിൽ നിന്ന് അടിയും കൊട്ടും തല്ലുമൊക്കെ കിട്ടിയിട്ടും വീണ്ടും നന്നാവാത്തൊരു ശൈലിയാണ് ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന നരേന്ദ്ര സറണ്ടർ എന്നൊക്കെ. ട്രംപ് വിളിച്ചു, ഉടൻ തന്നെ നരേന്ദ്രൻ സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു നാലാംകിട രാഷ്ട്രീയക്കാരൻ്റെ, അല്ലെങ്കിൽ സാധാരണ ഒരാളിൻ്റെ നാലാംകിട രാഷ്ട്രീയ വർത്തമാനത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറിപ്പോയി. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരത്തിലല്ല രാഹുൽ ഗാന്ധി പ്രതികരിക്കേണ്ടത്. തീർച്ചയായും നരേന്ദ്രമോദിയെ എല്ലാ ഭാഷയിലും വർത്തമാനം പറയാം, എതിർക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വിട്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. രാഹുൽ ഗാന്ധിയുടെ ആ ഒരു സ്പീച്ച് ഞാനും ചാനലുകളിൽ കേട്ടിരുന്നു, ഇംഗ്ലീഷിൽ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിരുന്നു, എല്ലാം കണ്ടിരുന്നു. പക്ഷേ അതൊരു ഒരു ഒരു പ്രോത്സാഹനജനകമായ ഒരു ബോഡി ലാംഗ്വേജ് അല്ല, ഒരു ശൈലിയല്ല. അങ്ങനെ ഒരു പ്രസംഗിക്കുന്നത് നല്ലതല്ല. കയ്യടി കിട്ടാൻ ആൾക്കൂട്ടത്തെ കാണുമ്പോഴും പക്വത മറന്നുപോയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, നാളെ പ്രധാനമന്ത്രി ആകേണ്ട ആളാണ്, ഒരുപക്ഷെ ഭാവിയിൽ പ്രസിഡന്റ് ആകേണ്ട ആളാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ പക്വതയോടുകൂടി ഓരോ അക്ഷരവും, ഓരോ വാക്കും, ഓരോ വാചകവും വളരെ അളന്ന് കുറച്ച് എതിരാളിയെ എതിർക്കുന്നതിന് പകരം ബാക്കിയുള്ള ആളുകൾ സംസാരിക്കട്ടെ. അതേ വേദിയിൽ തന്നെ
ബാക്കി താഴേക്കുള്ള സ്ഥാനത്തുള്ളവർ സംസാരിക്കട്ടെ, ജനങ്ങളെ കയ്യടി വാങ്ങട്ടെ. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് അത് വരുന്നത് ശരിയല്ല. അത് വളരെ കൃത്യമായി അദ്ദേഹം തിരുത്തണം. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആളുകൾ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കെ സി വേണുഗോപാലെ പോലെയുള്ളവർ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാക്കളുടെ ലിസ്റ്റിൽപ്പെട്ട പ്രധാനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കെ സിയെ പോലുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ കാണുമെങ്കിൽ കെ സിക്ക് കൂടെ അയച്ചു കൊടുക്കുക. അത് കെ സി അത് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ കൂടെപ്പെടുത്തുക. അദ്ദേഹം കുറച്ചുകൂടി ഒരു നല്ല ബോഡി ലാംഗ്വേജും നല്ല ഭാഷയും ഉപയോഗിച്ച് പക്വതയോടുകൂടി ഒരു സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായി മാറുന്നത്. ഭാവിയിലെ പ്രധാനമന്ത്രിയാവാനുള്ളൊരു യോഗ്യത അല്ലെങ്കിൽ ഒരു അർഹതയൊക്കെ നേടുന്നത്. അത് തീർച്ചയായും രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിരിക്കേണ്ടത് നന്നാണ്. രാഷ്ട്രീയത്തിൽ അത് ആവശ്യവുമാണ്.